ഡോഗ്സിന്റെ സ്കിൻ ഇൻഫെക്ഷന് ഒരുപാട് കംപ്ലൈൻറ്റ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ സിറപ്പുകൾ കൊടുത്തിട്ടും അവരുടെ സ്കിൻ കോട്ട് ഇംപ്രൂവ് ആവുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പം ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ സപ്ലിമെന്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിൻ കോട്ട് ഇംപ്രൂവ് ആവത്തില്ല. അതനുസരിച്ച് അവർക്ക് ഡയറ്റിലും നല്ല രീതിയിലുള്ള ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നല്ലൊരു സ്കിൻ കോട്ട് നമ്മുടെ പെറ്റ്സിന് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെറ്റ് പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഫുഡിൽ ഒരു 40 തൊട്ട് 50% പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിക്കൻ ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, എഗ് ആയിക്കോട്ടെ, എന്തുമാവട്ടെ ഒരു 40 തൊട്ട് 50% അവരുടെ ഫുഡിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു 10% ഡ്രൈ ഫുഡും അതുപോലെ തന്നെ 10% വെജിറ്റബിൾസും അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈസ് കൊടുക്കണം. കാർബോഹൈഡ്രേറ്റ് അവർക്ക് വളരെ കുറഞ്ഞ അളവിൽ മതി. അതുകൊണ്ട് തന്നെ റൈസ് ഫില്ല് ചെയ്തിട്ടുള്ള ബൗളാക്കി കൊടുക്കാതെ ഒരു കുറച്ച്, അതായത് ഒരു 10% റൈസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പ്രോഡക്ട്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പെറ്റ് പേരൻസ് ഈ ഡയറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫുഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിന്റെ സ്കിൻ കോട്ട് ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം റൈസിന്റെ അളവ് നമ്മൾ കാണാറുണ്ട്, കൂടുതലും നമ്മൾ ബൗൾ ചെയ്ത് ഫില്ല് ചെയ്യുന്ന റൈസ് കൊണ്ടും ബാക്കിയുള്ള സപ്ലിമെന്റ്സ് എല്ലാം കുറഞ്ഞ അളവിലുമാണ് ഇടുന്നത്. ഇതൊരു തെറ്റായ കാര്യമാണ്. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു.